in this system. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടെങ്കിൽ ചോദിക്കാം. മുമ്പ് നാളെ DXN ഓഫീസിലെ സെമിനാർ ഉണ്ട്, ഇംഗ്ലീഷ് സെമിനാർ ഉണ്ട്. നിങ്ങളുടെ ആരെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ടുവരാം. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. എനി ക്വസ്റ്റ്യൻ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റിയിട്ടോ? എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് ചോദിക്കാവുന്നതാണ്. ഇതിലൊന്നും നമുക്ക് മനസ്സിലോ ഒന്ന് ഒളിച്ചു എന്തെങ്കിലും ഈ സിസ്റ്റത്തിനെ പറ്റിയിട്ടോ? സി വി ആർ നോട്ട് ഡീലിംഗ് വിത്ത് ദ മണി ചെയിൻ കമ്പനി. പല ആൾക്കാർക്കും ഉള്ള ഒരു സംശയമാണത്. നല്ല ചോദ്യമാണ് ചോദിച്ചത്. ഇതെന്തുകൊണ്ട് ഡോക്ടർമാർ എഴുതുന്നില്ല? അങ്ങനെ ആർക്കെങ്കിലും രണ്ടു സ്ഥലത്ത് ചോദിച്ചുകൊണ്ട് നിങ്ങളും ചിലപ്പോൾ ചോദിക്കാത്തതുകൊണ്ട് ഡോക്ടർ എഴുതുന്നത് എന്താണ്? ഡോക്ടർമാർ അത് മരുന്ന് എഴുതാനാണ്. 2-3 തരത്തിലുള്ള മരുന്നുകളുണ്ട്. നമ്പർ 1 ഷെഡ്യൂൾഡ് ഡ്രഗ്സ്. ഡോക്ടർ തന്നെ എഴുതണം. അതെവിടെ കിട്ടും? മെഡിക്കൽ ഷോപ്പിലേക്ക് കിട്ടുള്ളൂ. ഇത് തരണമെങ്കിൽ ആര് വേണം? ബിഫാം ഓർ ഡിഫാം പാസ്സായ ആള് വേണം തരാൻ. ശരിയല്ലേ? ദെൻ നമ്പർ 2 ബ്രാൻഡഡ് ഡ്രഗ്സ്. ബ്രാൻഡഡ് ഡ്രഗ്സ് ഡോക്ടർ എഴുതണ്ട. പെട്ടി OTC ഓവർ ത്രൂ കൗണ്ടർ നിങ്ങൾക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ അനാസിൻ പരസ്യം ടെലിവിഷനിൽ ഉണ്ടാവും. ഹാർട്ടിന്റെ രോഗത്തിന്റെ പരസ്യം ടെലിവിഷനിൽ ഉണ്ടാവും. അനാസിൻ തലവേദന എടുക്കുന്നതിന്റെ മരുന്ന് നിങ്ങൾ ടെലിവിഷനിൽ പരസ്യം കണ്ടിട്ടില്ലേ? വിക്സ് ആക്ഷൻ, തുമ്മൽ, ഇതിനൊക്കെയുള്ള മെഡിക്കൽ ഷോപ്പിൽ വെക്കണോ? അനാസിൻ മെഡിക്കൽ ഷോപ്പിൽ കിട്ടുമോ? കിട്ടും. പെട്ടിക്കടയിലും സോഡയിലൊക്കെ ഇട്ട് കുടിക്കണം കണ്ടിട്ടില്ലേ? നാട്ടിൽ വന്നു കഴിഞ്ഞാൽ വേഗം പോയി ഒരെണ്ണം മേടിച്ചു. ഗ്യാസ് ഈ സോഡ മീൻസ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സോഡയിൽ മിക്സ് ചെയ്യുന്നത്. അകത്ത് പോയാൽ ഡെഫിനറ്റ്ലി മൂക്കിൽ കൂടെ നമ്മൾ കളഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പം എന്തെന്നാ? കാർബൺ ഡൈ ഓക്സൈഡ്. ആ സോഡയിലത്തതും പോവും, തുറന്നു വെച്ചാലോ പോവും. അത് വയറ്റിൽ തന്നെ ഇട്ടിട്ട് പോകണം എന്ന് നിർബന്ധമൊന്നുമില്ല. എനിവേ ഒരു പ്ലാസിഫിക് തിയറിയാണ്, ഒരു ഫീലിംഗ് ആയിരിക്കും അയാൾക്ക് ഉണ്ടാകുക. സോ ബ്രാൻഡഡ് ഡ്രഗ്സ്. മൂന്നാമത്താണ് പ്രൊപ്രൈറ്ററി ഡ്രഗ്സ്. പ്രൊപ്രൈറ്ററി ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊപ്രൈറ്റർ ഉണ്ടാവണം. നമ്മുടെ നാട്ടിൽ ഗനഡോർമ കിട്ടുന്നത് പ്രൊപ്രൈറ്ററി മെഡിക്കൽ ലൈസൻസിലാണ്. സോ ഡോക്ടർ ലിംസിയോജനാണ് എൻ്റെ പ്രൊപ്രൈറ്ററി. ഇന്ന് അമേരിക്കയുടെ FDA ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ ഏകദേശം 70 ഗ്രാമിൻ്റെ 2 ഫുൾ ബോട്ടിൽ വരുന്ന അത്രയും പൗഡർ 70 കിലോ തൂക്കമുള്ള ഒരാളുടെ ബോഡിയിൽ 3 ദിവസം കൊടുത്ത് ബോഡി അനലൈസ് ചെയ്തിട്ടാണ് ഈ പ്രൊഡക്റ്റിന് അവിടെ പെർമിഷൻ കൊടുത്തത്. സോ ഈ പ്രൊഡക്റ്റിന് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല. ഇനി ഇത് കഴിച്ചാൽ മരിക്കുമോ എന്ന് ചോദിച്ചാൽ ഇതല്ല, ഇനി എന്ത് കഴിച്ചാലും മരിക്കും. പക്ഷെ ഇത് കഴിച്ചാൽ ആരും മരിക്കും. ഇത് ഒരു നിർബന്ധവും ഇല്ല. ഇതിപ്പോ നല്ല ചോദ്യമാണ്. എത്ര കാലം കഴിച്ചാൽ അനുഭവം ഉണ്ടാവും? അതല്ലേ ചോദിക്കും. ഓക്കെ, എന്തനുഭവം പറഞ്ഞത്? എന്തെങ്കിലുമൊക്കെ ബോഡിക്ക് ഒരു സുഖം തോന്നി? ഓക്കെ. 4 മാസം 5 മാസം കൂടുമ്പോഴായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇങ്ങനെ പീസായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതിപ്പോ നോർമലായി, റെഗുലറായി, മന്ത്ലി. ശരി, അതുണ്ടായി. അത് നല്ല റിസൾട്ടാണ്. കാരണം ഇന്ന് നിങ്ങൾക്കറിയോ, ഈ പീരീഡ് ബോഡി ഹോർമോൺ ഇംബാലൻസ് ആയാൽ 28 ദിവസത്തിൽ ഒരിക്കൽ സംഭവിക്കേണ്ട ആർത്തവ ചക്രം തെറ്റിപ്പോ. നോർമലി ലോകം മുഴുവൻ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നാട്ടിലും ലോകത്തും 20 കപ്പിൾസിൽ ഒരാൾക്ക് കുട്ടികളില്ല. 25,000 കോടി രൂപയുടെ ബിസിനസ്സാണ് നാട്ടിൽ കുട്ടികൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്. കാരണം ഒരു സ്ത്രീയുടെ ഹോർമോൺ ബാലൻസിങ് കറക്റ്റ് അല്ലെങ്കിൽ അവരുടെ ആർത്തവ ചക്രം കറക്റ്റാണ്. വളരെ പെയിൻഫുൾ ആയിട്ടുള്ളതും പണ്ട് കാലത്ത് പലതരത്തിൽ ഈ പെയിനൊക്കെ കൺട്രോൾ ആകാനൊക്കെ ഇതിന് അപാരമായ കഴിവുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇത് നിങ്ങൾക്ക് മൊറിഞ്ചി ജ്യൂസ്, ഞാൻ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടോ പ്രൊഡക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുകയോ ഇതിൻ്റെ പ്ലാൻ പറയുകയോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. വലിയൊരു സബ്ജക്റ്റാണിത്. നിങ്ങൾ നോക്കിക്കോണം. നമുക്ക് 2 കിഡ്നിയുള്ളൂ. എത്ര വയസ്സുള്ള ആളാ? 58 വയസ്സായി. ഡയബറ്റിക് ഉണ്ടായിരുന്നോ? പ്രഷർ ഉണ്ടാവും? ബൈപ്പാസ് കഴിഞ്ഞു. ധാരാളം ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, ഇപ്പോഴും കഴിക്കുന്നുണ്ട്. എനിവേ ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ ഇന്നലെ വിളിച്ചതുള്ളൂ. എറണാകുളത്ത് റിയാൻ സ്റ്റുഡിയോയിൽ 3.5 വർഷമായിട്ട് ആസ്തമയ്ക്ക് വേണ്ടി 10 വയസ്സിൽ തുടങ്ങി മരുന്ന് കഴിക്കുന്ന ഒരു പെൺകുട്ടി 3.5 വർഷമായി ഡയാലിസിസ് ആണ്. 255 ഡയാലിസിസ് കഴിഞ്ഞു. എൻ്റെ ഒരു ഫ്രണ്ട് ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ബർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സിസ്റ്ററാണ്. നമുക്ക് ഗനഡോർമ കൊടുത്തിട്ട് സൈറ്റിൽ പോയാൽ ഇത് കിഡ്നി എന്നല്ല, ബോഡിയുടെ മൊത്തത്തിൽ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ ഒരു ബോഡിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗനാണ് കിഡ്നി, ഹാർട്ട് ആൻഡ് ലിവർ. ഇതിന് വളരെയധികം കൺട്രോൾ ചെയ്യാനും
ഇതിനെ സപ്പോർട്ട് ചെയ്യാനും ഒപ്പമുള്ള മരുന്നിനോടൊപ്പം ഇതിനെ സപ്പോർട്ട് ചെയ്യാനും കഴിയും. എക്സ്പെഷ്യലി ഇതിന് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല. സോ നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ യൂറിൻ ഔട്ട്പുട്ട് ഇല്ലേ, മൂത്രം പോകുന്നതിൻ്റെ അളവ് അത് ഇൻക്രീസ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ വ്യക്തിക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ മറ്റ് കെമിക്കൽ ഡ്രഗ്സ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഇതിപ്പോൾ ഈ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാൻ പോകും. ഇതിപ്പോൾ നമ്മൾ പറയുന്ന വാക്കാണ് ചോദ്യത്തിന് ഉത്തരം ചോദിപ്പിക്കുന്നത്. നമ്മൾ പറയുന്നത് ഒരു പ്രതിരോധശേഷി കൂട്ടാനുള്ള ഒരു സാധനം വേൾഡിലെ 46 യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്ത് എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ എളുപ്പമാണ് കൺവിൻസ് ചെയ്യാൻ. കാരണം ഇത് നോക്കിക്കൊണ്ട് ഓരോ റിപ്പോർട്ടും എൻ്റെ അടുത്തുണ്ട്. ഈറ്റ് മഷ്റൂം സ്റ്റേ ഹെൽത്തി ഇതിൽ പറയുന്നുണ്ട് ഒരു ഭാഗം. നമുക്ക് ഇതൊന്ന് കാണിക്കാം. ദൂരദർശനിൽ വന്നിട്ടുള്ള പ്രോഗ്രാം. ദൂരദർശൻ ഒരു പ്രോഗ്രാം ചെയ്തു ഗാനോഡർമനെ കുറിച്ചിട്ട്. ഇവിടെ നോക്കിക്കോ, PSK പോളിസാക്കറൈഡ് എന്ന് പറഞ്ഞിട്ട് ഘടകമുണ്ട് ഇതിനകത്ത്. PSK സോൾഡ് ഇൻ യൂറോപ്പ് ആൻഡ് ജപ്പാൻ ഈസ് ദ ബെസ്റ്റ് സെല്ലിംഗ് ക്യാൻസർ ഡ്രഗ് ഇൻ ദ വേൾഡ്. ഇത് എത്ര ജനങ്ങൾ മഷ്റൂം എ ന്യൂ ഫോക്കസ് ഇൻ ഡ്രഗ് റിസർച്ച്. അപ്പോൾ 21ാം നൂറ്റാണ്ടിൻ്റെ മാരകങ്ങളായ എയ്ഡ്സും ക്യാൻസറിനും വരെ ഇത് ഇഫക്റ്റാണ്. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല. അപ്പോൾ നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കേണ്ട വഴിയാണ് ഇത് രോഗത്തിനുള്ളതല്ല, ഇത് ശരീരത്തിൻ്റെ എന്ത് കൂട്ടും, ഇമ്മ്യൂണിറ്റി കൂട്ടും. അതാണ് എൻ്റെ ബേസ്. ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കൂട്ടും. അപ്പോൾ ഒരാൾ ചോദിക്കാതെ എത്ര നാൾ കൂട്ടണം, എത്ര നാൾ വേണമെങ്കിലും അത് അയാളുടെ താല്പര്യമാണ്. അയാൾക്ക് കൂടുതൽ അയാൾ എന്തിനാ നമുക്കറിയാം. വൈറ്റമിൻ B കോംപ്ലക്സ് ഇല്ലേ, ഉണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു. അത് കഴിച്ചിട്ടുണ്ടല്ലോ അല്ലേ, മൂത്രത്തിന്റെ മഞ്ഞ കളറാവും, ശരിയല്ലേ? മൂത്രം B കോംപ്ലക്സ് കഴിച്ചാൽ മൂത്രം മഞ്ഞ കളർ. അതിൻ്റെ അർത്ഥം അത് ബോഡി വന്ന് ബോഡി എടുത്ത് കളഞ്ഞു. അത് ഇതിൽ കൂടി പുറത്ത് വെറുതെ കളഞ്ഞാലും മതി, നമ്മൾ ഇതിൽ കൂടി ഇങ്ങനെ കളയുന്നത് മാത്രം. സമയം മുരിങ്ങയിലയുടെ ചാറ് എടുത്തിട്ട് പിഴിഞ്ഞു കുടിച്ചാൽ മൂത്രം പച്ചക്കളറാകുമോ? ആ പച്ചക്കളറോടൊപ്പം ബോഡി എടുക്കും. രക്തം പുതിയതാവണമെങ്കിൽ എന്ത് വേണം? ഹരിതകം വേണം. അതിനെ നമുക്ക് സ്പൈറലിന. സോ ഈ പ്രൊഡക്റ്റ് എന്താണെന്നും ഈ വ്യക്തിക്ക് ഇപ്പോൾ ഇവിടെ ഒരു CD ഉണ്ട്, മലയാളം മുരളീജിനോട് ചോദിച്ചാൽ കിട്ടും. ഇത് ഉൾക്കൊള്ളാനായില്ലെങ്കിൽ അവർ വരും, ഒരു തർക്കവും വേണ്ട. നിങ്ങൾ പറയുക, ഒരു വ്യക്തിയുടെ അടുത്ത് പറയുക, ഇത് പ്രകൃതി അവരെ ശീലം ഒന്ന് മാറ്റാൻ പറയാം. കാപ്പി ഇതൊക്കെ സ്ഥിരമായിട്ട് കുടിക്കേണ്ട എൻഡോസൾഫാൻ ഇല്ലാത്ത നല്ല പ്രകൃതിദത്തമായ ഒരു കാപ്പി കുടിക്കാൻ പറയാം. നല്ലൊരു പേസ്റ്റ് ഇട്ട് പല്ല് തേക്കാൻ പറയാം. ഞാൻ പറഞ്ഞത് മനസ്സിലായി. പ്രതിരോധശേഷി കൂടുന്നത് ആ വ്യക്തിക്ക് ഇതേപോലെ 6 മാസം 2 മാസം കൊണ്ട്, ഒരു നിശ്ചിത സമയം നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. 7 ദിവസം കൊണ്ടും റിസൾട്ട് വന്നിട്ടുണ്ട്. 7 ദിവസം കൊണ്ട് ചെവിയിൽ നിന്ന് വരുന്ന വെള്ളം വരുന്ന വലിയ കോൺട്രാക്ടറിന്റെ റിസൾട്ട് സൂപ്പർ. 7 ദിവസം ചെയ്യാത്ത മരുന്നുകളിലാണ്. അതേസമയം പിന്നെ ചെവിയിൽ നിന്ന് വെള്ളം വരുന്ന മുഴുവൻ ആളുകളെയും 7 ദിവസം കൊണ്ട് മാറും എന്ന് പറയാനും ഇത് ഡിപ്പെൻസ് ആ വ്യക്തിയുടെ പ്രതിരോധ ശേഷിക്ക് അനുപാതികമാണ്. ഞാൻ പറഞ്ഞത് നമ്മൾ മലയാളികളാണ്. നമ്മൾ മാക്സിമം എന്ത് ചെയ്യണം? ഇവിടെ വന്ന് എഞ്ചിനീയർ സംസാരിക്കുന്നു, നമ്മളിവിടെ വന്ന് അവർക്ക് വേണ്ടി. ഞാൻ പുറത്തുനിന്ന് ഒരാളെ ഇൻവൈറ്റ് ചെയ്ത് പ്രോഗ്രാമിൽ. ഇത് ഞാൻ നാട്ടിൽ കേട്ടതാണ്. ഞാൻ ഇപ്പോൾ ഒന്നും കൂടി നിങ്ങളെ ഇമ്മ്യൂൺ ചെയ്യാണ്. നാട്ടിൽ നിന്ന് കേട്ടത് തന്നെ ഇതാ. മലയാളിക്കുള്ളൊരു പ്രത്യേകത നോക്കിക്കോണം. ഇത് ദുബായ് ബഹ്റൈനിൽ കിട്ടിയതാണ്. ശരിക്കും മണി ചെയിൻ തന്ത്രവുമായി മലേഷ്യൻ കമ്പനികൾ രംഗത്ത്. ഇത് കാണിക്കാൻ പാടില്ല. ഇതനുസരിച്ച് നെഗറ്റീവ് അല്ലേ? നിങ്ങൾ നോക്കണം. പത്രം വായിക്കുന്ന നമ്മളെ സംബന്ധിച്ചിട്ട് ഇത്രമാത്രം ഞാൻ വിചാരിക്കേണ്ട നാളെയോ മറ്റന്നോ ക്ലാസ് എടുക്കുമ്പോൾ വൈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഈസ് ദ ഫ്യൂച്ചർ ബിസിനസ്. അതാണ് എൻ്റെ സോളിഡ് സയന്റിഫിക് എവിഡൻസ് എനിക്ക് നിരത്താൻ പറ്റും. ഈ സിസ്റ്റം, ഈ മാർക്കറ്റിംഗ് രീതി, എൻ്റെ ബാപ്പയ്ക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ വരുമോ? നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ. അന്ന് ബാപ്പയ്ക്ക് കൊടുത്തിട്ട് എൻ്റെ മാമ കൊണ്ടുപോയിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ഇതിന് പ്രവർത്തിക്കാൻ നിൽക്കുമോ? എൻ്റെ തലേന്ന് ഇത് ഒഴിവാക്കാൻ. സോ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടാണ് ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെക്കുറിച്ചിട്ട് വളരെ ഡെപ്തിൽ നിങ്ങൾ നോക്കി. ഏറ്റവും പുതിയൊരു ബിസിനസ് NTD, ന്യൂ ടെക്നോളജി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇതിനെതിരെ ഇതുപോലെയൊക്കെ വരും. ലോകത്ത് സമ്പന്നത അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കാര്യങ്ങളില്ലാത്ത നാടാ ജപ്പാൻ. അവിടെ കൃഷി ചെയ്യാൻ ഭൂമി ശരിയല്ല, പക്ഷെ ലോകത്തെ 2ാമത്തെ ഇക്കണോമിയാണ്. ഫൈനാൻഷ്യലി ദേ ആർ വെരി സ്ട്രോങ്. അവർ ഇരുമ്പെല്ലാം കൊണ്ട് അവർ തല ഉപയോഗിക്കുന്നു. നിങ്ങൾക്കറിയാം സ്വിറ്റ്സർലാൻഡ് കൊക്കോ വളരാത്ത നാടാ, പക്ഷെ ചോക്ലേറ്റ് ലോകത്ത് ഏറ്റവും ടേസ്റ്റി ചോക്ലേറ്റ് കിട്ടുന്ന എവിടെയാണെന്ന് അറിയാമോ? സ്വിറ്റ്സർലാൻഡ്. അവർ വരുത്തുന്നു ഡയറി പ്രോഡക്റ്റ്. സോ നാട്ടിൽ 4ാം നൂറ്റാണ്ടിലും 5ാം നൂറ്റാണ്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ആളുകളുണ്ടായിരുന്ന ആർഷഭാരത സംസ്കാരം നമ്മുടെ നളന്ദയും തക്ഷശിലയൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ഞാൻ പറഞ്ഞു 2020 ആകുമ്പോൾ ലോകത്തെ നമ്പർ 1 കൺട്രി ആകാൻ പോകുന്ന നമ്മുടെ നാട്ടിൽ മലയാളികളാണ് ഏറ്റവും കൂടുതൽ. ഞാൻ പറഞ്ഞത് ഇവിടെ നിങ്ങൾ പ്രവർത്തിക്കണം, ശക്തമായിട്ട് പ്രവർത്തിക്കണം, ഒരുപാട് നോ കേട്ടുകൊണ്ട് പ്രവർത്തിക്കണം. ഇദ്ദേഹത്തിനോട് പറയേണ്ടത് ഇത്രേ ഉള്ളൂ. ഈ പ്രൊഡക്റ്റ് ഒരു പ്രതിരോധശേഷി കൂട്ടുന്ന, അങ്ങനെയാണെങ്കിൽ എത്ര നാൾ പ്രതിരോധശേഷി കൂട്ടണമെന്ന് അവരെന്നോട് നമ്മളോട് ചോദിക്കും. ഈ ട്രാൻസ്പ്ലാന്റേഷൻ ഈ പെൺകുട്ടിക്ക് ഉണ്ടല്ലോ 4.5 ലക്ഷം രൂപ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി തയ്യാറായി. ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് ബോഡി ഫിറ്റാക്കി. 255 ഡയാലിസിസ് കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടർ രത്നാവസ്പാലിനോട് വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ ആ ലാസ്റ്റ് മൊമെന്റിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണ ആള് കാലുമാറി.
ബോഡിയിൽ ഓൾറെഡി ഇഞ്ചക്ഷൻ മുഴുവൻ, പിന്നെ ഒന്നുമില്ല, വളരെ വീക്കായ സ്ത്രീക്കാണ് നമ്മളിത് കൊടുത്തത്. ട്രാൻസ്പ്ലാന്റേഷൻ 100 ചില്ലാനും ഡയാലിസിസ് കഴിഞ്ഞാലൊക്കെ ചെയ്യുന്നെന്ന് പറയുന്നു. 13 വർഷം ലൈഫ് പറയുന്നുണ്ട്. പക്ഷെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് അഡോപ്റ്റ് ചെയ്താൽ ബെസ്റ്റ് റിസൾട്ട് ആണെങ്കിൽ പുറത്തുനിന്ന് ഒരു സാധനം ബോഡി വന്ന ബോഡി ഇനി മുള്ളു കയറ്റി വെച്ചാലും നാച്ചുറൽ ബോഡിയുടെ അല്ലാത്തൊരു സാധനം ബോഡി റിജക്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് 100% സയന്റിഫിക് പ്രൂഫാണത്. സോ നമുക്കിത് കൊടുത്തു നോക്കാം സിസ്റ്ററെ. മൊറിഞ്ചി ജ്യൂസും അത്രയും തുകയൊന്നും വേണ്ട, നമുക്ക് കൊടുത്തു നോക്കിയാൽ അതിൻ്റെ നിങ്ങൾ ഇമ്മ്യൂൺ ചെയ്യേണ്ടത് പത്രങ്ങളിൽ നെഗറ്റീവ് വാർത്തകൾ വരും, 100 കണക്കിന് വരും. അതൊക്കെ കേട്ടാൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമുക്കിതിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. അതിനിടയിലൂടെ വായിക്കണം. നാളെ 2 ദിവസത്തേക്ക് എൻ്റെ പ്രസൻറ്റേഷൻ ഉണ്ട്. ഇപ്പം അത്യാവശ്യം ഇംഗ്ലീഷിലൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മാർക്കറ്റിങ്ങിനെ കുറിച്ചൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പങ്കെടുക്കുക, മാക്സിമം വരാവുന്നവർ. ഒരു ലെറ്ററിൻ്റെ ഡേറ്റ്സ് ഒക്കെ ഒന്ന് ഡിക്ലെയർ ചെയ്തേക്കാം. ചോദിക്കും. ഇനി അത് സമയം ഞാൻ റെഡിയാണ്. നിങ്ങൾ ഓക്കെ, ഞാൻ തരാം. ഓക്കെ, ആക്ച്വലി നമ്മൾ ഡീൽ ചെയ്യുന്നത് ഗാനോഡർമയാണ്. മറ്റേ പോകേണ്ടവർക്ക് വേണമെങ്കിൽ പോവാം കേട്ടോ. ഞാൻ എക്സ്പ്ലെയിൻ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാം. നമ്മുടെ ബേസ് പ്രോഡക്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് കാണിച്ചിട്ട് പോയാൽ മതിയായിരുന്നു. ദൂരദർശനിലെ പ്രോഗ്രാം ഇതൊന്ന് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് ഒരു സെക്കൻഡ്. പ്രോഡക്റ്റിനെ കുറിച്ച് പറയാം. ഇത് ഞാൻ ദൂരദർശനിൽ വന്നൊരു പ്രോഗ്രാം നിങ്ങളൊന്ന് കാണിക്കാം. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഈ മഷ്റൂമിനെ കുറിച്ചിട്ടൊരു റിസർച്ച് നടന്നിട്ടുള്ള കൂണുകളെ കുറിച്ച് ഇത്ര പറയാൻ എന്തിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. എന്നാൽ മാരകമായ അർബുദത്തെ പോലും നിയന്ത്രിക്കുവാൻ ശക്തിയുള്ള ഔഷധ മൂല്യം ഈ നിസാരന്മാർക്കുണ്ട് എന്ന് ശാസ്ത്രം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ കൂണുകളുടെ ഭക്ഷ്യ ഔഷധ മൂല്യങ്ങളെക്കുറിച്ച് പ്രകൃതി ജൈവ വൈവിധ്യത്തിന്റെ കാഴ്ചബംഗ്ലാവ്. ഈ വർണ്ണ കാഴ്ചകളുടെ ലോകത്തിലെവിടെയോ ഇവർ മറഞ്ഞിരിക്കുന്നു. കൂണുകൾ. കോരിച്ചൊരിയുന്ന മഴക്കാലത്തിന്റെ വരവോടുകൂടി കൂണുകൾ പൊട്ടിമുളയ്ക്കുകയായി. സസ്യങ്ങളുടെ ശിഖരങ്ങളിലും ജീർണിച്ച ജൈവ വസ്തുക്കളിലും നമുക്കിവയെ കാണാം. ഹരിതകമില്ലാത്ത കൂണുകൾക്ക് ആഹാരം സ്വയം പാകം ചെയ്യാനുള്ള കഴിവില്ല. അതിനാൽ ആഹാര സമ്പാദനത്തിന് ഇവ ചില കുറുക്കുവഴികൾ തേടുന്നു. ആതിഥേയന് വിനാശകാരികളായ ഇവ പരാദങ്ങൾ അഥവാ പാരസൈറ്റ്സ് എന്നറിയപ്പെടുന്നു. മൃതഭോജികൾ അഥവാ സാപ്പോഫ്രൈറ്റ്സ് എന്നറിയപ്പെടുന്ന മറ്റൊരു കൂട്ടർ ജൈവാവശിഷ്ടങ്ങൾ ഭക്ഷിച്ച് ജീവിക്കുന്നു. എന്നാൽ സസ്യ വളർച്ചയെ സഹായിക്കുന്നവരാണ് മൈക്കോർഫിസൽ വിഭാഗത്തിൽപ്പെടുന്ന കൂണുകൾ. സസ്യങ്ങളുടെ വേരുകളിലും മരപ്പട്ടകളിലും കാണപ്പെടുന്ന ഈ കൂട്ടർ ജൈവാംശങ്ങളെ ലളിതമാക്കി ഊർജോൽപാദനം നടത്തുകയും പോഷകാംശങ്ങൾ വലിച്ചെടുക്കാൻ വേരിനെ സഹായിക്കുകയും ചെയ്യുന്നു. ഫംഗസ് കുടുംബത്തിലെ വലിപ്പമേറിയ ഒരു അംഗമാണ് കൂണുകൾ. നമുക്കവരെ സസ്യഗണത്തിലോ ജന്തുഗണത്തിലോ ഉൾപ്പെടുത്താനാവില്ല. എന്നാൽ ഈ 2 വിഭാഗങ്ങളുടെയും ചില സ്വഭാവ വിശേഷതകൾ കൂണുകൾക്കുണ്ട് താനും. ജന്തുക്കളെ പോലെ ആഹാരത്തിനായി ഹരിത സസ്യങ്ങളെ ആശ്രയിക്കുകയും എന്നാൽ സസ്യങ്ങളെ പോലെ ചലനരാഹിത്യവും വിത്ത് വഴിയുള്ള പ്രത്യുൽപാദനവും ഇവയുടെ സവിശേഷതകളാണ്. സൂക്ഷ്മങ്ങളായവ മുതൽ 5 അടിയോളം ഉയരമുള്ള പഫ് ബോൾ എന്ന ഭീമൻ കൂണുവരെ ഈ കുടുംബത്തിലെ അംഗങ്ങളാണ്. അതിവിപുലമായ ഒരു കുടുംബമാണ് കൂണുകളുടേത്. വിവിധ വർണ്ണങ്ങളിലും രൂപങ്ങളിലും കൂണുകൾ കാണപ്പെടുന്നു. അഭൗമ സൗന്ദര്യം തുളുമ്പുന്നവ മുതൽ കാഴ്ചയിൽ അറപ്പുളവാക്കുന്നവ വരെ. വിടർത്തിവെച്ച ഒരു കുട പോലെ കാണപ്പെടുന്നവയാണ് ഭൂരിഭാഗം കൂണുകളും. മടക്കി വച്ച കൂടകളെ ഓർമ്മിപ്പിക്കുന്നവയാണ് കോപ്പർനസ് കുടുംബത്തിൽപ്പെട്ട ഈ കൂണുകൾ. ഒറ്റനോട്ടത്തിൽ കാടമുട്ടയാണെന്ന് തോന്നിപ്പിക്കുന്നവയും
കൊതിയുറപ്പിക്കുന്ന ഐസ് സ്റ്റിക്കുകളെ ഓർമ്മപ്പെടുത്തുന്നവയും ഇവയ്ക്കിടയിലുണ്ട്. ഇന്ന് ഏകദേശം 50,000-ഓളം കൂണുകളെ ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൂണുകളുടെ ലോകം കാഴ്ചയിൽ മാത്രമല്ല, ഗുണവിശേഷങ്ങളിലും അത്ഭുതകരമായ വൈവിധ്യം കാത്തുസൂക്ഷിക്കുന്നു. നിത്യജീവിതത്തിൽ നിസ്സാരന്മാരായി കണക്കാക്കുന്ന ഇവയുടെ വ്യത്യസ്തങ്ങളായ സവിശേഷതകൾ നമ്മളിൽ അമ്പരപ്പുളവാക്കും. ആഹാരത്തിനായി ഉപയോഗിക്കുന്ന കൂണുകൾ നമുക്ക് സുപരിചിതങ്ങളാണ്. ആദ്യകാലം മുതൽക്കേ മനുഷ്യന്റെ രുചികരമായ ആഹാരമാണ് കൂണുകൾ. 1000-ഓളം ഇനം കൂണുകൾ ഭക്ഷ്യയോഗ്യമാണ്. മറ്റേത് ആഹാര വസ്തുവിനേക്കാളും മാംസ്യത്തിന്റെ അളവ് കൂടുതലുള്ള ഇത്തരം കൂണുകൾ ആരോഗ്യത്തിന് അത്യുത്തമമാണ്. കാരണം ഇവയിലെ കൊഴുപ്പിന്റെ അളവ് തുലവും കുറവാണ്. ഇന്ന് ലോകത്തെങ്ങും ആഹാരത്തിനായി കൂണുകൾ കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. ആദായകരമായ ഒരു തൊഴിൽ കൂടിയാണ് ഇന്ന് കൂൺ കൃഷി. സൗന്ദര്യം തുളുമ്പുന്ന ഈ കൂണിന്റെ ആകർഷണത്തിൽപ്പെടാത്തവർ ചുരുക്കമായിരിക്കും. പക്ഷെ സൂക്ഷിക്കുക, ഇവ വിഷം വഹിക്കുന്നവയാണ്. ഫാൾസ് മോറൽ എന്നറിയപ്പെടുന്ന ഈ കൂട്ടരാകട്ടെ മരണത്തിന് തന്നെ വഴിവെച്ചേക്കാം. കൂൺ കുടുംബത്തിൽ 50-ഓളം ഇനം വിഷമുള്ളവയാണെന്ന് ഇന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മരണകാരണമായേക്കാവുന്നവയുടെ എണ്ണം വളരെ ചുരുക്കമാണ്. ജീവനെടുക്കാൻ കഴിയുന്ന തരത്തിൽ വിഷമയമായ കൂണുകൾ ഉള്ളപ്പോൾ തന്നെ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന കൂണുകളും നമുക്ക് ചുറ്റുമുണ്ട്. കൂണുകളുടെ രോഗപ്രതിരോധ ശേഷി പ്രാകൃത കാലം മുതൽക്ക് തന്നെ ലോകം തിരിച്ചറിഞ്ഞിരുന്നു. നമ്മുടെ നാട്ടറിവുകളിലും മുണ്ടിനീര് തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രതിവിധിയായി ചിപ്പിക്കൂണുകളുടെ ഉപയോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഇപ്പോഴും ഒരു സമസ്യയായി തുടരുന്ന ക്യാൻസർ രോഗം. ഇതിനെതിരായ ചികിത്സയ്ക്ക് ഫലപ്രദമായ ഉപാധിയായി കൂണുകൾ നിർദ്ദേശിക്കപ്പെടുന്നു. ഇനി ശ്രദ്ധിച്ചോണം, നമ്മൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്ന 7 വർഷമായിട്ട് മാർക്കറ്റ് ചെയ്യുന്ന ഇതൊരു 8-10 മാസം മുമ്പുള്ള ഒരു പ്രോഗ്രാമാണ്. ഇനി നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ഗാനോഡർമ ഇപ്പൊ കാണിക്കും. ഗാനോഡർമ ലൂസിഡോൺ ഇപ്പൊ അമലയിലെ റിസർച്ച് നടക്കണേ. ശ്രദ്ധിച്ചോ, നിങ്ങൾ ശ്രദ്ധിച്ചോ. ഈ ദിശയിലേക്ക് വെളിച്ചം വീശുന്ന നിരവധി പഠന ഗവേഷണങ്ങൾ നടന്നു വരുന്നുണ്ട്. കേരളത്തിൽ കൂണുകളുടെ ക്യാൻസർ പ്രതിരോധ സ്വഭാവത്തെക്കുറിച്ച് സമഗ്രമായ ഗവേഷണം നടത്തിവരുന്ന സ്ഥാപനമാണ് അമല ക്യാൻസർ റിസർച്ച് സെന്റർ. ഗാനോഡർമ ലൂസിഡം എന്ന ഇനം കൂണുകളെയാണ് ഗവേഷണത്തിനായി ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ കൂണുകളുടെ ഉപരിഭാഗമായ ഫലപിണ്ഡം അഥവാ ഫ്രൂട്ട് ബോഡി ശേഖരിച്ച് ഉണക്കിപ്പൊടിച്ച് സത്ത വേർതിരിച്ചെടുക്കുന്നു. ഈ സത്ത ക്യാൻസർ ബാധിത എലികളിൽ പ്രയോഗിച്ചപ്പോൾ അത്ഭുതകരമായ ഫലങ്ങളാണ് വെളിപ്പെട്ടത്. തുടർച്ചയായ 10 ദിവസം എലികൾക്ക് ഈ സത്ത നൽകിയപ്പോൾ അവയിലെ ട്യൂമർ 97.7% കുറഞ്ഞു. ഇനിയിപ്പോ ഡോക്ടർ ജനാർദ്ദനൻ ഒരു തൃശ്ശൂർ അമല ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസർച്ചറാണ്. അദ്ദേഹത്തിന് ഒത്തിരി അവാർഡ് കിട്ടി. അദ്ദേഹം റിസർച്ച് പറയുന്നുണ്ട്, ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ഇത് ആന്റി വൈറലായിട്ട് അപ്പൊ തന്നെ ഈ ചിക്കൻ ഗുനിയ, എലിപ്പനി, ആന്റി വൈറൽ ഡിസീസ് ഇല്ലേ, മഞ്ഞപ്പിത്തം, ഇതിനൊക്കെ ആക്ട് ചെയ്യും. ഇതിനകത്തുള്ളൊരു പോളിസാക്രൈഡ് എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട് ഈ മഷ്റൂമിൽ. നേരത്തെ കാണിച്ചു PSK, പോളിസാക്രൈഡ്. ഇതാണ് ലോകത്തെ ഏറ്റവും നമ്പർ 1 ക്യാൻസർ ഡ്രഗ്. അതാണ് ക്യാൻസറിനെതിരായിട്ട് ഇതിൽ ആക്ട് ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെ വേറെ പല കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ട്. അത് ആന്റിവൈറലായിട്ട്, ഡയബറ്റിക്കിനെതിരായിട്ട്. ശരിക്കും ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. രാത്രി 1 മണിക്കാണ് ഈ പ്രോഗ്രാം ഞാൻ ടെലിവിഷനിൽ നിന്ന് റെക്കോർഡ് ചെയ്തത്. സോ അതുകൊണ്ട് അതിൻ്റെ ഒത്തിരി ശബ്ദമൊക്കെ ഇങ്ങനെയാണ്. ശ്രദ്ധിച്ചാൽ ഡയബറ്റിക്കിനെതിരായിട്ട്, ഹാർട്ട് ഡിസീസിനെതിരായിട്ട്, ആർത്രൈറ്റിസ് ഇല്ലേ അതിന്, മുട്ടിന് നീര് വരുന്നതിന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാമെന്ന് ഇന്ന് ലോകം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. മനുഷ്യന്മാരുടെ പോളിസാക്കറൈഡ് എന്ന് പറഞ്ഞ ഒരു കമ്പോണന്റ് ഉണ്ട്. അതാണ് ക്യാൻസറിന്റെ ഇതായിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നായിട്ട് ഉള്ളത്. അത് കൂടാതെ തന്നെ വേറെ പല കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ട്. അതെല്ലാം ഈ നമ്മുടെ സാധാരണ ആന്റിവൈറലായിട്ടോ അല്ലെങ്കിൽ ഡയബറ്റിക്കിനെതിരായിട്ടോ അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസിനെതിരായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ ആർത്രൈറ്റിസ് ഇതുപോലുള്ള ഈ നീര് വരുന്നില്ലേ, അങ്ങനെ നീര് മാറ്റാനായിട്ട് മരുന്നുകളെല്ലാം ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. നാളെ ക്യാൻസർ എന്ന മഹാരോഗത്തിനെതിരെയുള്ള മനുഷ്യരാശിയുടെ പോരാട്ടത്തിൽ മൃഗസഞ്ജീവനിയാവുക ഈ നിസ്സാരന്മാരായിരിക്കും. അത്രയുള്ള പ്രോഗ്രാം. അതിൻ്റെ CD ഒക്കെ ഞാൻ പോകുമ്പോഴത്തേക്കും ഇവിടെ മുരളേട്ടനെ ഏൽപ്പിച്ചിട്ട് പോകും. നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. കാരണം വെച്ചാൽ കൺവിൻസിങ് ഒരാൾക്ക് ഉൾക്കൊള്ളണമെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഒറ്റ നിമിഷം കൊണ്ടൊന്നും പറ്റത്തില്ല.
ഗ്രാജുവലായിട്ട് വളരെയധികം എന്താ പറയുക ഓൾമോസ്റ്റ് നല്ലൊരു പുള്ളിയും ഡൽഹിയിൽ അവിടെ ഇവിടെ കേരളത്തിലൊക്കെ വന്ന് ക്ലാസ് എടുക്കുന്ന ഒരു ബ്രാഞ്ച് ഇൻചാർജാണ് നമുക്കുള്ളത് മുരളിയേട്ടൻ. സോ യു ക്യാൻ ആസ്ക് എന്നോട് ചോദിക്കുന്നത്, പക്ഷേ ഞാൻ വല്ലപ്പോഴും വന്നുകൊണ്ടാണ് മൂപ്പരോട് ചോദിക്കാം, ഫുൾ ഉത്തരം തന്നെ കിട്ടും. സി ഡിയും മറ്റെല്ലാ സയൻറ്റിഫിക് ഇൻഫർമേഷൻ്റെ സാധനങ്ങളൊക്കെ അദ്ദേഹത്തിനാണ്. നാളെ മൂപ്പരുടെ തന്നെ ക്ലാസ് അവിടെ നമ്മുടെ DXN ഓഫീസിലുണ്ട് 7:30 ആൻഡ് ഡേ ആഫ്റ്റർ ടുമോറോ ഓൾസോ ദർ ഇസ് 7:30 ദർ ഇസ് എ ക്ലാസ്. ഇഫ് എനിബഡി വാണ്ട് ടു അറ്റൻഡ് യു ക്യാൻ കം. വരുമ്പോൾ നിങ്ങളുടേതായ കൂട്ടുകാരെയോ ആരൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ അവരെ ഇൻവൈറ്റ് ചെയ്യുക. ഒരു ആരോഗ്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് മറ്റുള്ളവർക്ക് യൂസ് ചെയ്യാൻ നമ്മൾ നല്ലൊരു ഉപകാരം കൂടിയാണ് ആയിരിക്കും നിങ്ങളുടെ ഇൻവിറ്റേഷൻ. ഇതിനെപ്പറ്റി എന്തെങ്കിലും അവയർനെസ് വേണമെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ദ DXN ഓഫീസ് സൽമിയ, Salam Al Mubarak Street, opposite to the Zahara complex. And my name is Murali. Anytime, 24 hours, you can call 930-6860 or 7133-490. 24 hours എപ്പോൾ ആണെങ്കിലും ഒരു മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരാൻ കഴിയും. താങ്ക് യു വെരി മച്ച്. ആൻഡ് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ, ഇന്നത്തെ കാലാവസ്ഥയിൽ ഇത്രയും സഹകരിച്ച് ഈ പ്രസ്ഥാനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. താങ്ക് യു വെരി മച്ച്. The years have been good for DXN. Success after success have made headlines that speak well of the company's vibrancy in the international marketplace. These are successes powered by the astute leadership of the company's founder, which translates into continuous product and service excellence. DXN is a world-renowned and fastest-growing network marketing organization. Today, DXN showcases its world-class Linji Farm and GMP standard pharmaceutical factory. With operations spanning the globe in over 100 countries and over 4 million registered distributors, DXN has entrenched its position as the world leader in Linji-based products. Indeed, it is a coveted position derived from a smart adoption of what we call the One Dragon, One World, One Market concept. DXN is an internationally diversified caring company that straddles activities ranging from MLM, property development, renewable energy, and tourism. Starting off confidently as a specialist cultivator of the Ganoderma mushroom, later to graduate into the scientific innovation of the species, and ultimately to invoke world-class innovation by developing a range of high-quality products. That is DXN. Founded by Dr. Lim Xiao Jin, a graduate of the world-famous Indian Institute of Technology, DXN cuts a keen edge in the use of mushrooms for health. Aware of the Linji mushroom's reputation as the king of herbs, Dr. Lim spent more than 10 years of research and scientific analysis to create a solid base for DXN's innovation of a wide range of health-sustaining products. DXN's corporate footprint shines with an integrated network of excellent local presence. On the global front, the company has aggressive marketing presence with its sales and stock centers spanning the developed and developing worlds. DXN's One World, One Market philosophy underscores the integration processes from all the international business transactions and ease of distribution for members with worldwide bonus on a single membership card. Marking the company's milestones of achievement, DXN proudly displays its list of awards and recognition that range from Most Outstanding Multi-Level Marketing MLM Company to Good Manufacturing Practice GMP. Several more in between reflect the positive vibrancy of the company. DXN produces a wide range of products comprising healthcare supplements, food and beverages, to personal care and household products at its Linji farm and factories in Jitra, Kedah, the northern state of Malaysia.
DXN Linji Farm is the largest organic Ganoderma farm in the world. The cultivation of the Ganoderma mushroom is practiced in a high-tech environment. Utilizing the organic cultivation approach, DXN goes natural all the way, using materials such as rice chaff and sawdust. To maintain the highest level of purity and cleanliness, DXN's Linji is processed using the largest and longest autoclave system to ensure that all bacteria, viruses and fungi are properly sterilized. Through this method, DXN's Ganoderma mushrooms produce more than 300 kinds of primary and secondary elements, including enzymes, coenzymes, amino acids, vitamins, carbohydrate, and other trace elements, which help to improve the quality, quantity, and growth of the crop. In the area of spirulina cultivation, DXN is the first MLM company in Malaysia to explore and produce spirulina from cultivation to finished product, while in between undergoing stringent R&D and efficacy tests. For being first, DXN has received a 10-year pioneer status incentive on spirulina cultivation and processing from the Ministry of Agriculture and Agro-Based Industry. DXN spirulina powder is ecologically farmed using choice species cultivated in clean ponds without the use of pesticides or herbicides. In the pharmaceutical plant, the adoption of clean rooms assures optimum hygienic conditions that comply with international standards. This is further augmented by stringent quality control. In 2004, we invested 15 million ringgit to build a state-of-the-art automatic coffee mixing plant and new packing line to meet its expanding market. Production begins with the blending of high-grade coffee and Ganoderma powder within the safe environment of a clean room. Our Ganoderma value-add coffee is then packed for export the world over. DXN's other beverage products range from the delicious Noni and Roselle beverages, herbal teas including Reshi Gano tea, DXN Kori Pine, and fruit cordials. Tapping into the area of personal care, DXN produces a wide range of products, ranging from herbal creams, soaps, oils, toothpaste, powder, medicated rub, and perfume. Leveraging on the latest in ICT, DXN uses e-commerce to enhance marketing strategies. Through this system, DXN provides members information on monthly points, bonus member status, and fund transfer for purchases. Electronic data processing (EDP) is also used in stock control. DXN offers regular and updated training programs to help members know thoroughly the excellent range of products that DXN offers. Based on well-rounded product knowledge, members are given more refined and regimented training as purveyors of DXN products via an integrated global marketing network. Achievers realize their lifelong dreams through an attractive rewards and recognition plan that makes a fast turnaround of their efforts. Branching out into other areas, DXN has embarked into the travel business through its fully owned DXN Comfort Tours. It offers inbound and outbound tours catering to the travel and tour needs of groups and individuals.
The company also provides package tours and convention and conference packages. In yet another diversification move, DXN has embarked on its first property development project in the form of the upscale Richmond Residences in Jelutong, Penang. The project, comprising 94 units of freehold, gated 3-story link villa development in Jelutong, Penang, is located midway between the fast-changing suburban development of Georgetown and Bayan Baru. Nearer to home, DXN is in the midst of its 10-year township development project consisting of, amongst others, shop offices, hypermarket mall, commercial buildings, hotel, private hospital, school, institution and residential houses. With the 300-unit shop office building sold out and a hypermarket taking up position as the anchor tenant, Stargate is tipped to be a jewel in the crown for the Kedah property market. In the area of renewable energy, DXN has successfully completed the demonstration of a model biodiesel plant in Kuantan Port, Tanjung Gelang, Kuantan, Pahang Darul Makmur. The model plant showcases DXN's competency and technological capability in pioneering bioenergy, the energy for the world tomorrow. Our big family. We are the world in 100 countries. A vision realized and a mission to seek new frontiers will see the DXN Group reaching for the stars in the years to come. Enter a world where dreams come true. Enter the world of DXN.